എന്താണ് വക്കീലന്മാരെ എന്താണ് ഈ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്, അവരെന്താണ് കോടതിയിൽ പറയുന്നത്, ഇതൊന്നും ലീഗ് നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, എനിക്ക് ഇതിൻ്റെ ഒരു അതായത് ലീഗിനെ അങ്ങനെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണോ ഇത്, അല്ലെങ്കിൽ നിയമവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനമാണോ ഇത് എന്നൊക്കെ ഇനിയിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം PMA സലാം പറഞ്ഞ പോലെയൊന്നും അല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈ സെക്ഷൻ 14 അത് ഞങ്ങൾക്ക് അത് നടപ്പാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ ആഗ്രഹം. അത് സുപ്രീം കോടതിയിൽ പറയുകയാണ്. അതാണ് ഇപ്പം നമ്മൾ കേട്ടത്. പി രാജീവ് ഇന്ന് പുറത്തുവിട്ട വിഷ്വൽ അതാണ്, ആ കോടതി നടപടികളുടെ വിഷ്വലാണ്. അത് നമുക്ക് ഓൺലൈനിൽ കാണാവുന്നതാണ്. പക്ഷേ അതാരും അങ്ങ് ശ്രദ്ധിച്ചു, അതിലേക്ക് പ്രത്യേകിച്ച് പോകുന്നില്ലല്ലോ. അത് ആ വിഷ്വൽ എടുത്ത് പുറത്തു വിട്ടപ്പോൾ കൂടുതൽ വ്യക്തമായല്ലോ ലീഗ് ഈ കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ലീഗ് അടിയന്തരമായി ചെയ്യേണ്ടത് ഞങ്ങളെ ഇങ്ങനെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുക തന്നെയാണ്. ആവശ്യപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ പഴുതുകളാണ് ലീഗ് ഈ വിഷയത്തിലൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PM ശ്രീ വിഷയത്തിലായാലും ഇപ്പോൾ ഈ വിഷയത്തിലായാലും ഒക്കെ എങ്ങനെയെങ്കിലും ഇത് നെഹ്റുവിനെ BJP സർക്കാർ നിരന്തരം ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, എല്ലാത്തിനും കാരണം നെഹ്റു ആണെന്ന് പറയുന്നത് പോലെ ഇതിനെല്ലാം കാരണം പിണറായി സർക്കാരാണ് എന്ന് പറഞ്ഞ് തടി തപ്പാവുന്ന ഒരു സാധ്യത തേടുകയാണ് നിരന്തരം ലീഗ് എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം PM ശ്രീയിൽ അതാണ് ചെയ്തത്, ഈ വിഷയത്തിൽ ഇപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ സർക്കാർ തന്നെ ഇങ്ങനെ തീരുമാനിച്ചത്. ആ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു വാദിച്ചത് ഇതല്ല, അതിന് തെളിവുണ്ട്. അവിടെ പോയി വാദിച്ചിരിക്കുന്നത് ഇതല്ല, സെക്ഷൻ 14 നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ആ സർക്കാർ വാദിച്ചിരിക്കുന്നത്, എന്ത് തന്നെ ആയാലും. പക്ഷേ ഈ സർക്കാർ വാദിക്കുന്നത് അങ്ങനെയല്ല. ഈ സർക്കാരിൻ്റെ നിലപാടതല്ല, കോടതിയിൽ നിലപാടതല്ല. പിന്നെ ഇനിയിപ്പോൾ ആ കേസിൻ്റെ ഗതി എന്താകുമെന്ന് നമുക്കിപ്പോൾ കണ്ടറിയാം. കാരണം ഹൈക്കോടതിയിൽ വാദിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, ഹൈക്കോടതിയിൽ ഇത് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ മറ്റൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ശരിയാവും എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ല, കുഴപ്പമില്ല, ആ പ്രശ്നം സുപ്രീം കോടതിയിലും ഇപ്പോൾ ആ നിലപാട് സെക്ഷൻ 14 എന്താണ് മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഉറച്ച നിലപാട് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വി വിഷ് ടു ഗിവ് ആൻ എഫക്ട് ടു ദാറ്റ് എന്ന് കൃത്യമായി വക്കീൽ അവിടെ പറയുന്നത് നമ്മൾ കേട്ടു, സെക്ഷൻ 14. അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതൽ ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കാതെ ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയുകയും ഒന്നുകിൽ നിശബ്ദരായിരുന്നു കൊണ്ട് അതൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ അതിനോട് പ്രതിഷേധിക്കുകയുമാണ് ലീഗിന് ഇപ്പോൾ ചെയ്യേണ്ടത്. എളുപ്പമുള്ള വഴി ലീഗ് ആസൂത്രണം ചെയ്ത മട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ വഖഫ് ബോർഡിനെ ഒഴിവാക്കിയിട്ട്, കാരണം ഈ വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ KSMC ആയാലും ഇവരൊക്കെ ലീഗിന് തീരെ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരെ ഒഴിവാക്കി നമ്മുടെ 2-3 പേരെ തിരുകാനുള്ള ഒരു അവസരം എന്നത് മാത്രമാണ് തൽക്കാലം ലീഗിൻ്റെ ലക്ഷ്യമെങ്കിൽ ഈ വാദങ്ങളുമായി മുമ്പോട്ട് പോകട്ടെ. സർക്കാർ ഞങ്ങളിത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ചന്ദ്രികയിൽ 4 ലേഖനമൊക്കെ എഴുതി മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുതന്നെയാണ് PMA സലാമും ലീഗും ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്.